PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലത്ത് 9 മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. തീർന്നാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിച്ചിട്ടുള്ള ഏതൊക്കെ GK പോർഷൻസ് ആണ് കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിച്ച ഭാഗങ്ങളിൽ നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അത് ചെറിയ കോഡും കണക്ഷനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വരുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ലൈവ് ക്ലാസ് തന്നെയാണ്. അപ്പോൾ 2 ലൈവും 4 റെക്കോർഡും അങ്ങനെ 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അതിന് പുറമെ നമ്മൾ റിവിഷൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കാലത്ത് എന്തൊക്കെ പഠിക്കുന്നു അതിൻ്റെ എല്ലാം ചോദ്യങ്ങൾ നമ്മൾ വൈകുന്നേരം മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു റിവിഷനാണ്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാസത്തിൽ ഒരു ദിവസം, ഒരു മാസം പഠിച്ച കാര്യങ്ങൾ 100 മാർക്കിൻ്റെ ഒരു എക്സാം ആയിട്ട് മാസത്തിൽ ഒരു ദിവസം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിലാണ് വരിക. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് SCRT പാഠഭാഗങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. SCRTയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യൻ ജോഗ്രഫി ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വരാറുള്ളത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ബേസ് തൊട്ട് നമ്മൾ പഠിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ കേട്ടോ. 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം. നോട്ട് എഴുതിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആകെ 5 ചാപ്റ്ററാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് മുതലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്, നമ്മുടെ ഇന്ത്യ. അപ്പോൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ അവിടെ മുതൽ നമുക്ക് അങ്ങോട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇവിടെ പ്രതിജ്ഞയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ പ്രതിജ്ഞയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് തുടങ്ങുന്ന പ്രതിജ്ഞയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വൈവിധ്യപൂർണമായിട്ടുള്ള പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. വേഷം, ഭാഷ, ആചാരം തുടങ്ങിയവയിലെല്ലാം പുലർത്തുന്ന വൈവിധ്യങ്ങളാണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രതിജ്ഞ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇന്ത്യ എന്ന് പറയുമ്പോൾ വേഷം, ഭാഷ, ആചാരം തുടങ്ങിയതിലെല്ലാം വൈവിധ്യം പുലർത്തുന്ന രാജ്യമാണ്. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ജനജീവിതം തുടങ്ങിയവയിലൊക്കെയും ഈ വൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയേറെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ജാതി, മത, ഭാഷ ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെ പോലെ ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യയിലുള്ള വിവിധ വൈവിധ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനവും അയൽ രാജ്യങ്ങളെ കുറിച്ചുമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ഏത് വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാമോ? ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആയതുകൊണ്ട് അത്രയും ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഏഷ്യയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യയുടെ ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താമോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ. ഇനി ഇവിടെ നോക്കുക,
ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം കണ്ടില്ലേ? അപ്പോൾ ഏതാണ് ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം? ഈ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. നമുക്കറിയാം അല്ലേ, തെക്കും വടക്കൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എവിടെയാണ് തെക്ക് വരുന്നത്? താഴെയാണ് സൗത്ത്, നോർത്ത്, ഇവിടെ ഈസ്റ്റ്, ദെൻ ഇവിടെ വെസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തെക്ക് ഭാഗത്ത് സൗത്തിൽ വരുന്നത് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നും, ഓക്കെ, ഈസ്റ്റ് കിഴക്ക് ഇവിടെയാണ് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് വെസ്റ്റ് എന്താണ്? അറബിക്കടലുമാണ്. ഓക്കെ, അപ്പോൾ തെക്ക് സൗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, ഈസ്റ്റ് എന്താണ്? ബംഗാൾ ഉൾക്കടൽ, വെസ്റ്റ് അറബിക്കടലാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി ഇന്ത്യ സംസ്ഥാനങ്ങൾ. ഭരണ സൗകര്യത്തിനായിട്ട് ഇന്ത്യയെ 29 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളാണ്? 28 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്. അത് തിരുത്തിയിട്ട് പഠിക്കാം. ദെൻ 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ വർഷം ഓർത്തിരിക്കുക. 2014 ജൂൺ മാസത്തിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എന്താവുന്നത്? 2ആയിട്ട് വിഭജിക്കപ്പെടുന്നത്. സീമാന്ധ്ര എന്നും തെലങ്കാന എന്നും 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഏത്? ആന്ധ്രാപ്രദേശ് 2014 ജൂൺ മാസത്തിലാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തലസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാന നഗരങ്ങളും കണ്ടെത്തൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് എന്ത്? ഡൽഹി. നമുക്കറിയാം അല്ലേ, രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഇവിടെ രാഷ്ട്രീയ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അന്താരാഷ്ട്ര അതിർത്തി, സംസ്ഥാന തലസ്ഥാനം, ദേശീയ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് തെക്ക് കിടക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രം, ഇവിടെ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടലൊക്കെ കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളെ കൂടാതെ അടുത്തത് പറയുന്നത് എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഇവിടെ സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്നീ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എത്രയാണ്? 6 അല്ല, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിലേതാണ് വരുന്നത്? അഡീഷണൽ ആയിട്ട് വരുന്നത് ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ലഡാക്ക് ആൻഡ് ജമ്മു കാശ്മീർ, അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് നിലവിൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് അറിയുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കാം. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. നമുക്കറിയുന്നതാണ് അല്ലേ, പർവ്വതങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട്, ദ്വീപുകളൊക്കെയുണ്ട്. അപ്പോൾ ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ പർവ്വതങ്ങളുണ്ടാവാം, പീഠഭൂമികളുണ്ടാവാം, സമതലങ്ങളുണ്ടാവാം, ദ്വീപുകളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഈ സവിശേഷതകളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആ പ്രദേശത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യയിലും എന്തുണ്ട്? ചെറുതും വലുതുമായിട്ടുള്ള പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും എല്ലാം ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ആർക്കുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ പർവ്വതങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചിത്രം തന്നിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തിൻ്റെയും പശ്ചിമഘട്ട നിരകളുടെയും ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളാണേത്? ഹിമാലയ നിരകൾ. അതിൻ്റെ ഒരു ഭാഗം എവിടെയാണ്? ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം,
വിന്ധ്യാനിരകൾ, സത്പുരാ നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വതനിരകൾ. ഏതൊക്കെയാണ്? ഹിമാലയമാണ് ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയായിട്ടുള്ളത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായിട്ടുള്ള ആരവല്ലിയുണ്ട്, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുരാ നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വതനിരകൾ. അപ്പോൾ ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് മുതൽ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക. അടുത്തത് ഇന്ത്യയിലെ സമതലങ്ങൾ. പർവ്വതങ്ങളെക്കുറിച്ച് അത്രയും നമ്മൾ പറഞ്ഞോളൂ. ഹിമാലയ പർവ്വതം ഉയരം കൂടിയതുണ്ട്, അതിൻ്റെ ചില ഭാഗങ്ങൾ ഇന്ത്യയിലാണ്. അതിനേക്കാളും ഉയരം കുറഞ്ഞ ആരവല്ലി, പശ്ചിമഘട്ടം, ഓക്കെ, അങ്ങനെയുള്ള പർവ്വതനിരകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ സമതലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സമതലം എന്ന് പറയുന്നത്? അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. സമതലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. എവിടെയാണ്? ഹിമാലയ പർവ്വത നിരകൾക്ക്, ഇത് ഹിമാലയ പർവ്വതമാണെങ്കിൽ അതിൻ്റെ തെക്ക് ഭാഗത്താണ് പറയുന്നത്. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായിട്ടുള്ള ഒരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. ഓക്കെ, ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകുന്നുണ്ടല്ലോ, അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? ഈ സമതലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിവിശാലമായതും നിരപ്പായതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെയാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത നിരകളുടെ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? വിശാലമായിട്ടുള്ള സമതലമുണ്ട്. ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. ഇതിന്റെ പേരെന്താണ് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ആ നദികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഫലപുഷ്ടമായിട്ടുള്ള സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളിൽ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് തുടങ്ങിയ വിളകളാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ്. എന്തുകൊണ്ടാണ് അവയെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് മുതലായിട്ടുള്ള അനേകം വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സമതലങ്ങളെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ മരുഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കുക. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽ കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ മരുഭൂമി കണ്ടിട്ടുണ്ട്. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽ കൂനകളുമാണ് മരുഭൂമികളുടെ സവിശേഷതകൾ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതേ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ്? മരുഭൂമിയാണ്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ്? മരുഭൂമിയാണ്. ധാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. അപ്പോൾ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ആ മരുഭൂമിയുടെ പേരാണ് ധാർ മരുഭൂമി. രാജസ്ഥാനിലെ മരുഭൂമിയുടെ പേരെന്താണ്? ധാർ മരുഭൂമിയാണ്. ഇവിടെ മഴ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ജനവാസവും കൃഷിയും കുറവാണ്. ഓക്കെ, ഇനി അത്രയാണ് നമുക്ക് മരുഭൂമിയെക്കുറിച്ച് പറയുന്നത്. അടുത്തത് ഇന്ത്യയിലെ പീഠഭൂമികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെക്കാൻ പീഠഭൂമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കുക. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. എന്താണ് പീഠഭൂമികൾ? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ്
പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുണ്ട്, മാൾവ പീഠഭൂമിയുണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇത്രയാണ് പീഠഭൂമിയെക്കുറിച്ച്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ്. നമുക്കറിയാം, തീരപ്രദേശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നീളമേറിയ തീരപ്രദേശമാണ് ആർക്കുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇന്ത്യയിലെ ദ്വീപുകൾ. ഓക്കെ, ഇന്ത്യയിലെ ദ്വീപുകൾ നോക്കാം. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും. ഓക്കെ, അപ്പോൾ എന്താണ് ദ്വീപുകൾ എന്ന് പറയുന്നത്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായിട്ടും എന്തുണ്ട്? അനേകം ദ്വീപുകളുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? അറബിക്കടലിലെ ലക്ഷദ്വീപും. അപ്പോൾ ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും. ഓക്കെ, അതാണ് ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ലക്ഷദ്വീപിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യ നദികൾ. ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഹിമാലയ പർവ്വതനിരകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിൽ മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങളാണ്. അതും നമ്മൾ പറഞ്ഞു. അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അല്ലേ? അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. അപ്പോൾ നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഈ 3 നദികളാണ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നത്. ഇനി ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഉപദ്വീപിൽ നിന്നും എന്താണ് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്നൊക്കെ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രം. അതുകൊണ്ടാണ് ആ നദികൾ ആ നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടാവുന്ന സമതലങ്ങളെ നമ്മൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന സമതലത്തെ പേര് പറയുന്നത്. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ സമതലങ്ങൾ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഓക്കെ, അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നത്. ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏതാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ. ഇനി അടുത്തത് ഇന്ത്യയുടെ കാലാവസ്ഥയാണ് പറയുന്നത്. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? മഴക്കാലമുണ്ട്, ശൈത്യകാലമുണ്ട്, വേനൽക്കാലമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലമാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും അല്ലേ? നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മഴ. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുണ്ട്. ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലമാണ് ഉള്ളത്. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അറബിക്കടലിനോട് ചേർന്നിട്ടുള്ള പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ മഴ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മേഘാലയയിലെ ചിറാപുഞ്ചിയാണ്. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അത് നമുക്കറിയാം അല്ലേ. ശൈത്യകാലം എപ്പോഴാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എന്താണ്? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് 5ാം ക്ലാസ് ആയതുകൊണ്ട് അത്രത്തോളം കാര്യങ്ങൾ ഇവിടെ വരുള്ളൂ. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കാലാവസ്ഥ പഠിച്ചു. ഇനി ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഓക്കെ, നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ പറഞ്ഞല്ലേ, ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഒക്കെ വൈവിധ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഭൂപ്രകൃതിയും കാലാവസ്ഥയിലും ഉള്ള വൈവിധ്യങ്ങൾ പോലെ തന്നെ സസ്യജാലങ്ങളിലും ജന്തുക്കളിലും നമുക്ക് വൈവിധ്യങ്ങൾ കാണാനായിട്ട് പറ്റും. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകൾ, കുറ്റിക്കാടുകൾ, പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? മഴക്കാടുകളുണ്ട്, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ തുടങ്ങിയ നൈസർഗിക സസ്യജാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇവിടെ മഴക്കാടിൻ്റെയും ഇലപൊഴിയും കാടിൻ്റെയും ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാന്, മയില്, വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ് എന്നതിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നൈസർഗിക സസ്യജാലങ്ങളുണ്ട്. ഇവിടെ പുൽപ്രദേശം കൊടുത്തിട്ടുണ്ട്, മുൾക്കാട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കുക. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. ഓക്കെ, ജനങ്ങളുടെ ജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. അപ്പോൾ ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം എന്താണ്? അരിയാണ്. നമുക്കറിയാം അല്ലേ. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം അരിയാണ്. ഉത്തരേന്ത്യക്കാരുടെ ഭക്ഷണം ഏതാണ്? പ്രധാന ഭക്ഷണം ഗോതമ്പാണ്. ആഹാര രീതിയിൽ പ്രാദേശികമായിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യക്കാരുടെ ഫുഡ് എന്താണെന്ന് പറഞ്ഞു? അരിയാണ്. ഉത്തരേന്ത്യക്കാരുടെ ഗോതമ്പാണ്. ദക്ഷിണേന്ത്യക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പരുത്തി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം. ഓക്കെ, പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദക്ഷിണേന്ത്യക്കാർ ഉപയോഗിക്കുന്നത് പരുത്തി വസ്ത്രങ്ങളാണ്. ഇനി ആഘോഷങ്ങളിലുമുണ്ട് വൈവിധ്യങ്ങൾ. എന്താണ്? കേരളീയരുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. അപ്പം കേരളീയരുടെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം. ഓക്കെ, തമിഴ്നാട്ടിൽ പൊങ്കലാണ്, നമുക്കറിയുന്നതാണ്. ആസാമിലെ പ്രധാന ആഘോഷമാണ് ബിഹു. ആസാമിലെ ബിഹു. ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. അപ്പോൾ ഇവിടെ പഠിച്ചു വയ്ക്കുക. കേരളീയരുടെ ദേശീയോത്സവം ഓണമാണ്. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമാണ് പൊങ്കൽ. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിലെ ഹോളി എന്നീ ആഘോഷങ്ങൾ. ഓക്കെ, നാം വസിക്കുന്ന പ്രദേശങ്ങളെക്കാൾ തികച്ചും ഭിന്നമാണ് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങൾ. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സസ്യജന്തുജാലങ്ങളിലും മാനവ ജീവിതത്തിലും വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. ഇന്ത്യയുടെ സമൃദ്ധവും വൈവിധ്യപൂർണ്ണവുമായിട്ടുള്ള പാരമ്പര്യത്തിൽ തീർച്ചയായും നാം അഭിമാനം കൊള്ളുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്തൊക്കെയാണ്, ഇന്ത്യയിലെ സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ ഭാഷ, ആഘോഷം, അതിലൊക്കെയുള്ള വൈവിധ്യങ്ങൾ,
അങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പഠിക്കേണ്ട ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു.